ഹായ് സ്റ്റുഡൻസ്, നമ്മളിനി നെക്സ്റ്റ് എടുക്കാൻ പോകുന്നത് മൾട്ടിപ്ലക്സിംഗ് അപ്ലിക്കേഷൻസ്. അതിൽ ഫസ്റ്റ് വൺ ടെലിഫോൺ നെറ്റ്വർക്ക് സിസ്റ്റം. ഇതിൽ കുറച്ച് അപ്ലിക്കേഷൻസ് പറയാനുണ്ട്. അതിൽ ആദ്യത്തേതാണ് ടെലിഫോൺ നെറ്റ്വർക്ക് സിസ്റ്റം. എ ടെലിഫോൺ നെറ്റ്വർക്ക് ഈസ് എ നെറ്റ്വർക്ക് ഓഫ് യൂസേഴ്സ് ആൻഡ് ടെലിഫോൺ ഡിവൈസസ് യൂസ്ഡ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് വോയിസ് ഓർ ഫാക്സസ്. ടെലിഫോൺ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെലിഫോൺ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ് എ നെറ്റ്വർക്ക് ഓഫ് യൂസേഴ്സ് ആൻഡ് ടെലിഫോൺ ഡിവൈസസ്. യൂസേഴ്സും അതേപോലെ ടെലിഫോൺ ഡിവൈസസും ആണ് അവിടെ ഉണ്ടാവുക. യൂസ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് വോയിസ് ഓർ ഫാക്സസ്. വോയിസും ഫാക്സസുമായിട്ടാണ് ഇവിടെ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. പിന്നെ അവിടെ കുറച്ച് അതിൻ്റെ താഴെ പറയുന്നത് കുറച്ച് അതിൻ്റെ 1920s അത് കണ്ടുപിടിച്ചതും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ അത് നോക്കണ്ട. എ ടെലിഫോൺ നെറ്റ്വർക്ക് ഈസ് എ ടെലികമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് യൂസ്ഡ് ഫോർ ടെലിഫോൺ കോൾസ് ബിറ്റ്വീൻ 2 or more പാർട്ടീസ്. ടെലിഫോൺ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ടെലികമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കാണ്. 2 or more പാർട്ടീസ് തമ്മിലുള്ള ടെലിഫോൺ കോൾസ് നടത്താൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. എല്ലാവർക്കും അറിയാമല്ലോ എന്തിനാണ് ടെലിഫോൺ നെറ്റ്വർക്ക് യൂസ് ചെയ്യുന്നത്. ദർ ആർ എ നമ്പർ ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടെലിഫോൺ നെറ്റ്വർക്ക്സ്. ടെലിഫോൺ നെറ്റ്വർക്ക്സിൽ കുറച്ച് ടൈപ്സ് പറയാനുണ്ട്. എന്തൊക്കെ ടൈപ്പ് ടെലിഫോൺ നെറ്റ്വർക്കാണുള്ളത്. അതിൽ ഫസ്റ്റ് വൺ എ ലാൻഡ് ലൈൻ നെറ്റ്വർക്ക്. എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ ലാൻഡ് ലൈൻ. എല്ലാവരുടെ വീട്ടിലും ആദ്യം ഉണ്ടായിട്ടുണ്ടാവും. ഇപ്പം അധികമുള്ള വീട്ടിലും അത് ഉണ്ടാവാൻ ചാൻസ് ഇല്ല, കുറഞ്ഞിട്ടുണ്ടാവും. ഇപ്പം എല്ലാവരും മൊബൈൽ ഫോണല്ലേ യൂസ് ചെയ്യുന്നത്. എ ലാൻഡ് ലൈൻ നെറ്റ്വർക്ക് where the telephones must be directly wired into a single telephone exchange. ഈ ലാൻഡ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെലിഫോൺ മസ്റ്റ് ബി ഡയറക്റ്റ്ലി വയർഡ് ഇൻ ടു ഒരു സിംഗിൾ ടെലിഫോൺ എക്സ്ചേഞ്ചുമായിട്ട് എന്തുണ്ടാവണം, ഒരു കണക്ഷൻ, ഡയറക്റ്റ്ലി ഒരു കണക്ഷൻ ഉണ്ടായിരിക്കണം. ദിസ് ഈസ് നോൺ ആസ് ദി പബ്ലിക് സ്വിച്ച്ഡ് ടെലിഫോൺ നെറ്റ്വർക്ക് ഓർ PSTN. ഈ ലാൻഡ് ലൈൻ നെറ്റ്വർക്കിനെ നമ്മൾ PSTN എന്നാണ് പറയുന്നത്, പബ്ലിക് സ്വിച്ച്ഡ് ടെലിഫോൺ നെറ്റ്വർക്ക്. ഓക്കെ. ആൻഡ് നെക്സ്റ്റ് വയർലെസ് നെറ്റ്വർക്ക്. വയർലെസ് നമുക്കറിയാം എന്താ വയർലെസ് എന്നുള്ളത്. വെർ ദ ടെലിഫോൺസ് ആർ മൊബൈൽ ആൻഡ് ക്യാൻ മൂവ് എറൗണ്ട് എനിവേർ വിത്തിൻ ദി കവറേജ് ഏരിയ. ടെലിഫോൺ നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാം ആ ഒരു കവറേജ് ഏരിയേൻ്റെ ഉള്ളിൽ. ഓക്കെ. നെക്സ്റ്റ് പ്രൈവറ്റ് നെറ്റ്വർക്ക് where a closed group of telephones are connected primarily to each other. Closed group of telephones, കുറച്ച് ഗ്രൂപ്പ് ഓഫ് ടെലിഫോൺസ് എന്ത് ചെയ്യും, കണക്ട് ചെയ്യും, ഓരോന്നോരോന്നിട്ട് കണക്ട് ചെയ്യും. ആൻഡ് യൂസ് എ ഗേറ്റ് വേ ടു റീച്ച് ദി ഔട്ട്സൈഡ് വേൾഡ്. ഒരു ഗേറ്റ് വേ യൂസ് ചെയ്തിട്ടാണ് നമ്മളത് ഔട്ട്സൈഡ് വേൾഡിലായിട്ട് കണക്ട് ചെയ്യുന്നത്. ദിസ് ഈസ് യൂഷ്വലി യൂസ്ഡ് ഇൻസൈഡ് കമ്പനീസ് ആൻഡ് കോൾ സെൻറ്റേഴ്സ്. കമ്പനീസിലും അതേപോലെ കോൾ സെൻറ്റേഴ്സിലൊക്കെയാണ് ഈ ഒരു നെറ്റ്വർക്ക് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഈസ് കോൾഡ് എ പ്രൈവറ്റ് ബ്രാഞ്ച് എക്സ്ചേഞ്ച്. ഇതിനെ നമ്മൾ പ്രൈവറ്റ് ബ്രാഞ്ച് എക്സ്ചേഞ്ച് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ഇൻ്റഗ്രേറ്റഡ് സർവീസസ് ഡിജിറ്റൽ നെറ്റ്വർക്ക്. ഇത്രയാണ് ഈ ടെലിഫോൺ നെറ്റ്വർക്ക്സിൻ്റെ ടൈപ്സ്. പബ്ലിക് ടെലിഫോൺ ഓപ്പറേറ്റേഴ്സ് PTO ഓൺ ആൻഡ് ബിൽഡ് networks of the first 2 types and provide services to the public under license from the national government. വെർച്വൽ അത് വേണ്ട, ആ ഒരു പാരഗ്രാഫ് വേണ്ട. നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കാം. എ ടെലിഫോൺ നെറ്റ്വർക്ക് യൂഷ്വലി കംപ്രൈസസ് മൾട്ടിപ്പിൾ ടെലിഫോൺസ് യൂസ്ഡ് ഇൻ ആൻ ഇൻ്റർകണക്റ്റഡ് ഫാഷൻ ദാറ്റ് അലൗസ് ഫോർ അഡ്വാൻസ്ഡ് ടെലിഫോണി ഫീച്ചേഴ്സ് സച്ച് ആസ് കോൾ ഹാൻഡ്ലിംഗ് ആൻഡ് ട്രാൻസ്ഫറിംഗ്, കോൺഫറൻസ് കോളിംഗ്, കോൾ മീറ്ററിംഗ് ആൻഡ് അക്കൗണ്ടിംഗ്, പ്രൈവറ്റ് ആൻഡ് ഷെയർഡ് വോയിസ് മെസ്സേജ് ബോക്സസ് ആൻഡ് സോ ഓൺ. ഒരു ടെലികമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് യൂഷ്വലി കംപ്രൈസസ് മൾട്ടിപ്പിൾ ടെലിഫോൺസ്, കുറേ മൾട്ടിപ്പിൾ ടെലിഫോൺസിനെ കംപ്രൈസ് ചെയ്യും. യൂസ്ഡ് ഇൻ ആൻ ഇൻ്റർകണക്റ്റഡ് ഫാഷൻ, ഒരു ഇൻ്റർകണക്റ്റഡ് ഫാഷനിലായിട്ടാണ് അത് യൂസ് ചെയ്യുന്നത്. ദാറ്റ് അലൗസ് ഫോർ അഡ്വാൻസ്ഡ് ടെലിഫോണി ഫീച്ചേഴ്സ്. ഇതിൻ്റെ ടെലിഫോണി ഫീച്ചേഴ്സ് ആണ് ഇപ്പോൾ പറഞ്ഞത്. കോൾ ഹാൻഡ്ലിംഗ് ആൻഡ് ട്രാൻസ്ഫറിങ്, പിന്നെ കോൺഫറൻസ് കോളിംഗ്, അതൊക്കെ പറഞ്ഞത് ടെലിഫോൺ അതിൻ്റെ ഒരു ഫീച്ചേഴ്സാണ്, ടെലിഫോണിൻ്റെ ഫീച്ചേഴ്സാണ് പറഞ്ഞത്. The telephone network had its beginning in the late 80s. 80s ഈ ഒരു ടെലിഫോൺ നെറ്റ്വർക്ക് യൂസ് ചെയ്തിട്ടുള്ളത്. ദ എൻറ്റയർ നെറ്റ്വർക്ക് വിച്ച് ഈസ് റിഫേർഡ് ടു ആസ് ദി പ്ലെയിൻ ഓൾഡ് ടെലിഫോൺ സിസ്റ്റം. ആ ഒരു നെറ്റ്വർക്കിനെ പ്ലെയിൻ ഓൾഡ് ടെലിഫോൺ സിസ്റ്റം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. POTS. അങ്ങനെയാണ് ആ ഒരു സമയത്തുള്ള ടെലിഫോൺസ് നെറ്റ്വർക്കിനെ പറഞ്ഞിട്ടുള്ളത്. പിന്നെന്താ, ബിഗാൻ ടു ക്യാരി ഡാറ്റ ഇൻ അഡീഷൻ ടു വോയിസ്. അതൊന്നും വേണ്ട. വോയിസ് അല്ലാണ്ട് ഇവിടെ ഡാറ്റയും കൂടെ, ആ ഒരു ടൈമിൽ ഡാറ്റയും കൂടെ ക്യാരി ചെയ്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെയാണ് പറഞ്ഞില്ല. അതൊന്നും വേണ്ട. പിന്നെ നമുക്കിവിടെ ഒരു ഫിഗർ ഉണ്ട്, ടെലിഫോൺ സിസ്റ്റത്തിൻ്റെ ഒരു ഫിഗർ ഇവിടെ കൊടുത്തിട്ടുണ്ട് 2.5. അതിൽ 3 കമ്പണൻസ് ആണ് പറയാനുള്ളത്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. എ ടെലിഫോൺ നെറ്റ്വർക്ക് ആസ് ഷോൺ ഇൻ ഫിഗർ 2.5 ഈസ് മെയ്ഡ് ഓഫ് 3 മേജർ കമ്പണൻസ്. അതിൽ ഫസ്റ്റ് വൺ ലോക്കൽ ലൂപ്പ്. Local loop is a twisted pair cable that connects the subscriber telephone to the nearest end office or local central office.
ഈ ലോക്കൽ ലൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്വിസ്റ്റഡ് പെയറാണ്. നമ്മൾ ട്വിസ്റ്റഡ് പെയർ കോയാക്സിൽ കേബിളൊക്കെ നമ്മൾ ഒരു മൊഡ്യൂളിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങളടുത്ത് അസൈൻമെൻറ്റ് എഴുതാൻ പറഞ്ഞായിരുന്നു അത് ട്വിസ്റ്റഡ് പെയറൊക്കെ. അപ്പോൾ അതെന്താണെന്ന് നോക്കാം, അതെങ്ങനെയാണ് വരുന്നത് നോക്കാം. ഈ ലോക്കൽ ലൂപ്പ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ട്വിസ്റ്റഡ് പെയർ കേബിളാണ്. അത് സബ്സ്ക്രൈബർ ടെലിഫോണിനെ ഒരു നിയറസ്റ്റ് എൻഡ് ഓഫീസുമായിട്ടോ അല്ലെങ്കിൽ ഒരു ലോക്കൽ സെൻട്രൽ ഓഫീസുമായിട്ടോ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ലോക്കൽ ലൂപ്പ് യൂസ് ചെയ്യുന്നത്. ദ ലോക്കൽ ലൂപ്പ് വെൻ യൂസ്ഡ് ഫോർ വോയിസ് ഹാസ് എ ബാൻഡ് വിഡ്ത്ത് ഓഫ് 4000 ഹെഡ്സ്. 4 കിലോ ഹെഡ്സ് ആണ് അതിൻ്റെ ബാൻഡ് വിഡ്ത്ത്, വോയിസിൻ്റെ ബാൻഡ് വിഡ്ത്ത് വരിക. ഇറ്റ് ഈസ് ഇൻട്രസ്റ്റിംഗ് ടു എക്സാമിൻ ദി ടെലിഫോൺ നമ്പർ അസോസിയേറ്റഡ് വിത്ത് ഈച്ച് ലോക്കൽ ലൂപ്പ്. ഓരോ ലോക്കൽ ലൂപ്പുമായിട്ട് അസോസിയേറ്റഡ് ഉള്ള ഒരു ടെലിഫോൺ നമ്പർ അവിടെ ഉണ്ടാവും. ഓരോ ലോക്കൽ ലൂപ്പിനും അസോസിയേറ്റഡ് ആയിട്ടുള്ള ഒരു ടെലിഫോൺ നമ്പർ അവിടെ കൊടുത്തിട്ടുണ്ടാവും. ദ ഫസ്റ്റ് 3 ഡിജിറ്റ് ഓഫ് എ ലോക്കൽ ടെലിഫോൺ നമ്പർ ഡിഫൈൻസ് ദി ഓഫീസ്. ആ നമുക്കറിയാം 7 നമ്പേഴ്സിൽ ഉണ്ടാവില്ല, നമ്മൾ ലാൻഡ് ലൈൻ നമ്പർ 2522 അങ്ങനെയെല്ലാം പറഞ്ഞിട്ടില്ല നമ്മളെ വടകര ഏരിയയിലുള്ള നമ്പർ ഉണ്ടാവുക ലാൻഡ് ലൈൻ നമ്പറിൽ. ആ ഒരു ഫസ്റ്റ് 3 ഡിജിറ്റ് എന്ന് പറയുന്നത് അതിൽ ലോക്കൽ ടെലിഫോൺ നമ്പർ ഡിഫൈൻസ് ഓഫീസാണ്. ഓക്കെ, ഓഫീസിൻ്റെ ആ ഒരു ഏരിയ പറയാൻ വേണ്ടിയിട്ടാണ് അങ്ങനത്തെ ഫസ്റ്റ് 3 ഡിജിറ്റ് യൂസ് ചെയ്യുന്നത്. ദ ഫസ്റ്റ് 3 ഡിജിറ്റ് ഓഫ് എ ലോക്കൽ ടെലിഫോൺ നമ്പർ ഡിഫൈൻ ദി ഓഫീസ്. ഓക്കെ, ആൻഡ് ദി നെക്സ്റ്റ് 4 ഡിജിറ്റ് ഡിഫൈൻ ദ ലോക്കൽ ലൂപ്പ് നമ്പർ. നെക്സ്റ്റ് 4 യൂസ് ചെയ്യുന്നത് ലോക്കൽ ലൂപ്പ് നമ്പറാണ്. ഫസ്റ്റ് 3 ഓഫീസ് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ നമ്പറിൽ. നെക്സ്റ്റ് കമ്പണൻ്റ് ആണ് ട്രങ്ക്. Trunks are transmission media that handle the communication between offices. ഓഫീസസിൻ്റെ കമ്മ്യൂണിക്കേഷൻ നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രാൻസ്മിഷൻ മീഡിയ ആണ് ട്രങ്ക് എന്ന് പറഞ്ഞാൽ. എ ട്രങ്ക് നോർമലി ഹാൻഡിൽസ് ഹൺഡ്രഡ്സ് ഓർ തൗസൻഡ്സ് ഓഫ് കണക്ഷൻ ത്രൂ മൾട്ടിപ്ലക്സിങ്. ഹൺഡ്രഡ്സ് അല്ലെങ്കിൽ തൗസൻഡ്സ് ഓഫ് കണക്ഷൻസ് ഇതിലൂടെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. മൾട്ടിപ്ലക്സിംഗ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ട്രാൻസ്മിഷൻ ഈസ് യൂഷ്വലി ത്രൂ ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് ഓർ സാറ്റലൈറ്റ് ലിങ്ക്സ്. ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് ആവാം അല്ലെങ്കിൽ സാറ്റലൈറ്റ് ലിങ്ക്സ് ആവാം. ഓക്കെ, തേർഡ് കമ്പണൻ്റ് ആണ് സ്വിച്ചിങ് ഓഫീസസ്. അതിൽ ഈ ഓഫീസസ് എന്ന് പറഞ്ഞാൽ 3 ഓഫീസസ് ആണുള്ളത്. എൻഡ് ഓഫീസസ്, ടാൻഡം ഓഫീസസ്, റീജിയണൽ ഓഫീസസ്. അതാണ് ഈ സ്വിച്ചിങ് ഓഫീസിൽ പറയുന്നത്. To avoid having a permanent physical link between any 2 subscribers, the telephone company has switches located in a switching offices. ഈ പെർമനൻറ്റ് ഫിസിക്കൽ ലിങ്കിന് യൂസ് ചെയ്യാണ്ട് ഇവർ സ്വിച്ചസ് ആണ് യൂസ് ചെയ്യുന്നത്. പെർമനൻറ്റ് ഫിസിക്കൽ ലിങ്കിന് പകരം നമ്മളിപ്പോൾ 2 സബ്സ്ക്രൈബറിൻ്റെ ഇടയിൽ ഒരു ഫിസിക്കൽ ലിങ്കാണ് യൂസ് ചെയ്യുന്നത് വിചാരിക്കുക. അപ്പോൾ അതിന് പകരമായിട്ട് ഇവിടെ യൂസ് ചെയ്യുന്നത് സ്വിച്ചസ് ആണ്. ഓരോ ഓഫീസിലുമുള്ള ഒരു സ്വിച്ചസ് ആണ് യൂസ് ചെയ്യുന്നത്. എ സ്വിച്ച് കണക്ട് സെവറൽ ലോക്കൽ ലൂപ്സ് ഓർ ട്രങ്ക്സ് ആൻഡ് അലോ എ കണക്ഷൻ ബിറ്റ്വീൻ ദി ഡിഫറെൻറ്റ് സബ്സ്ക്രൈബേഴ്സ്. സ്വിച്ച് എന്താ ചെയ്യുന്നത്, സെവറൽ ലോക്കൽ ലൂപ്സിനെ അല്ലെ അതേപോലെ ട്രങ്ക്സിനെയോ കണക്ട് ചെയ്യാം. സെവറൽ ലോക്കൽ ലൂപ്സ് അല്ലെങ്കിൽ ട്രങ്ക്സിനെ കണക്ട് ചെയ്യാം. എന്നിട്ട് അവിടെ ഒരു കണക്ഷൻ ബിറ്റ്വീൻ ഡിഫറെൻറ്റ് സബ്സ്ക്രൈബേഴ്സുമായിട്ട് അവിടെ കണക്ഷൻ ഉണ്ടാക്കാൻ പറ്റും. ലോക്കൽ ലൂപ്സോ അല്ലെങ്കിൽ ട്രങ്ക്സോ അത് തമ്മിലുള്ള അത് എന്ത് ചെയ്യുന്നുണ്ട്, ഡിഫറെൻറ്റ് സബ്സ്ക്രൈബേഴ്സുമായിട്ടുള്ള ഒരു കണക്ഷൻ ഉണ്ടാക്കുന്നുണ്ട്. ദ ടെലിഫോൺ നെറ്റ്വർക്ക് ഹാസ് സെവറൽ ലെവൽസ് ഓഫ് സ്വിച്ചിങ് ഓഫീസസ് സച്ച് ആസ്, ഇതപ്പോൾ നമ്മൾ പറഞ്ഞത് എൻഡ് ഓഫീസസ് ഉണ്ട്, ടാൻഡം ഓഫീസസ് ആൻഡ് റീജിയണൽ ഓഫീസസ്. ഇത്രയും ഓഫീസസാണ് ഈ സ്വിച്ചിങ് ഓഫീസസിൽ ഉണ്ടാവുന്നത്. End offices are the local central office directly connects to a end user at a distance of 1 to 10 kilometer. 1 to 10 കിലോമീറ്ററുള്ള യൂസറുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ എൻഡ് ഓഫീസസ് അടുത്തുള്ളത്. ആൻഡ് ടാൻഡം ഓഫീസസ് എന്ന് പറഞ്ഞാൽ ആർ ദി സ്വിച്ചിങ് സെൻറ്റേഴ്സ് ലൊക്കേറ്റഡ് വിത്തിൻ ദി സെയിം ലോക്കൽ ഏരിയ. സെയിം ലോക്കൽ ഏരിയയിലുള്ളതാണ് ടാൻഡം ഓഫീസസ്. ഈ എൻഡ് ഓഫീസസ് എന്ന് പറഞ്ഞാൽ 1 to 10 കിലോമീറ്റേഴ്സിൻ്റെ ആ ഒരു ഡിസ്റ്റൻസിൽ വരുന്നത്. ആൻഡ് റീജിയണൽ ഓഫീസസ് ആർ ഇൻ്റർ കണക്റ്റഡ് നോൺ ഹൈറാർക്കിക്കൽ സ്വിച്ചിങ് ഓഫീസസ് ഫോർ കണക്റ്റിംഗ് ടാൻഡം ഓഫീസസ്. ടാൻഡം ഓഫീസസുമായിട്ട് കണക്ഷൻ വരുന്നതാണ് ഈ റീജിയണൽ ഓഫീസസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, and phone system can function over the public switched telephone network PSTN, over the telephone, over the internet or over a combination of the two. ഈ ഫോൺ സിസ്റ്റം ക്യാൻ ഫങ്ഷൻ ഓവർ ദി പബ്ലിക്. ഈ ഫോൺ സിസ്റ്റം എന്താണ് PSTNലും വർക്ക് ചെയ്യുന്നുണ്ട്, ഓവർ ദി ഇൻ്റർനെറ്റിലും യൂസ് ചെയ്യാം. VoIP എന്ന് പറയും, വോയിസ് ഓവർ IP, ഓർ ഓവർ എ കോമ്പിനേഷൻ, അല്ലെങ്കിൽ ഇതിൻ്റെ രണ്ടിൻ്റെയും കോമ്പിനേഷൻസുമായിട്ട് വർക്ക് ചെയ്യാം. And a PSTN is a combination of telephone networks used worldwide, including telephone lines, fiber optic cable, switching centers, cellular networks, satellite and cable system. PSTN എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ is a combination of telephone networks used worldwide ആയിട്ട് used worldwide, including അതിൽ വരുന്ന വേൾഡ് വൈഡിൽ വരുന്നതാണ് ടെലിഫോൺ ലൈൻസ്, ഫൈബർ, ഇതൊക്കെയാണ് ആയിട്ട് PSTN യൂസ് ചെയ്യാൻ പറ്റും. PSTN is a combination of telephone networks എന്നാണ് പറഞ്ഞത് അല്ലേ. ഓക്കെ, ആൻഡ് പിന്നെ അതിൽ പറയുന്നത്
PSTN lets user make landline telephone calls to one another. Landline telephone calls യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആൻഡ് പിന്നെ ഇതിൽ പറയാനുള്ളത് ഒരു വോയിസ് ഓവറിൻ്റെ ഒരു കാര്യം പറയുന്നുണ്ട്. പിന്നെ ഈ ഒരു പാരഗ്രാഫ് നോക്കാം. ദ PSTN ഫോൺ ലൈൻ ഈസ് യൂസ്ഡ് വിത്ത് ട്രഡീഷണൽ ഡയലപ്പ് നെറ്റ്വർക്ക് മോഡം ടു കണക്ട് എ കമ്പ്യൂട്ടർ ടു ദ ഇൻ്റർനെറ്റ്. PSTN ഫോൺ ലൈൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ഈസ് യൂസ്ഡ് വിത്ത് ട്രഡീഷണൽ നമ്മൾ ഡയലപ്പ് കണക്ഷൻ യൂസ് ചെയ്തിട്ടുണ്ടാവും. ചില ആൾക്കാർ യൂസ് ചെയ്തിട്ടുണ്ടാവും വീട്ടിൽ നെറ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. യൂസ്ഡ് വിത്ത് ട്രഡീഷണൽ ഡയലപ്പ് നെറ്റ്വർക്ക് മോഡം. ഈ ട്രഡീഷണൽ ഡയലപ്പ് നെറ്റ്വർക്ക് മോഡം യൂസ് ചെയ്യുക ആ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് PSTN നമ്മളധികം യൂസ് ചെയ്തിട്ടുള്ളത്. PSTN ഈസ് യൂസ്ഡ് വിത്ത് ട്രഡീഷണൽ ഡയലപ്പ് നെറ്റ്വർക്ക് മോഡം ടു കണക്ട് എ കമ്പ്യൂട്ടർ ടു ദി ഇൻ്റർനെറ്റ്. കമ്പ്യൂട്ടർ ഇൻ്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡയലപ്പ് നെറ്റ്വർക്കിൽ ഈ ഒരു PSTN ഫോൺ ലൈൻ യൂസ് ചെയ്തിട്ടുണ്ടാവും. ആൻഡ് ഡയലപ്പ് ഇൻ്റർനെറ്റ് കണക്ഷൻ സപ്പോർട്ട് 56 kbps. ഡയലപ്പിൽ 56 kbps ആണ് യൂസ് ചെയ്യുന്നത്. ഇൻ ദ ഏർലി ഡേയ്സ് ഓഫ് ഇൻ്റർനെറ്റ് ദിസ് വാസ് ദ മെയിൻ മെത്തേഡ് ഫോർ ഹോം ഇൻ്റർനെറ്റ് ആക്സസ്, ബട്ട് ഇറ്റ് ബിക്കെയിം ഒബ്സൊലേറ്റ് വിത്ത് ദ ഇൻട്രൊഡക്ഷൻ ഓഫ് ബ്രോഡ്ബാൻഡ് ഇൻ്റർനെറ്റ് സർവീസസ്. ഈ ബ്രോഡ്ബാൻഡ് ഇൻ്റർനെറ്റ് സർവീസസ് വന്നതോടുകൂടി ഈ ഒരു ഡയലപ്പ് ഇൻ്റർനെറ്റ് എന്തായി അധികം യൂസ് ചെയ്യാണ്ടായി. പിന്നെന്താ പറയുന്നത്, എ ട്രഡീഷണൽ PSTN ഹാസ് എ ഹൈറാർക്കിക്കൽ ആർക്കിടെക്ചർ ആൻഡ് എ സ്റ്റാർ സ്ട്രക്ചർ. സ്റ്റാർ ടോപ്പോളജിയാണ് യൂസ് ചെയ്യുന്നത്. ദ ഇൻഡിവിജ്വൽ സബ്സ്ക്രൈബർ ലൈൻസ് ആർ കണക്റ്റഡ് ടു എ ലോക്കൽ എക്സ്ചേഞ്ച്. ഒരു ഇൻഡിവിജ്വൽ സബ്സ്ക്രൈബർ ഒരു ലോക്കൽ എക്സ്ചേഞ്ച് ആയിട്ട് കണക്ട് ചെയ്യും. വിച്ച് കമ്മ്യൂണിക്കേറ്റ് വിത്ത് ട്രങ്ക്, അത് ട്രങ്കുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. Exchanges as well as the main and central exchanges. The lines within the local exchange typically have the same area code. Lines within local exchangeലുള്ള ആ ഒരു ഏരിയ കോഡ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. നമുക്കിപ്പോൾ വടകര ഏരിയ കോഡ് സെയിം അല്ല. അതേപോലെ the line within a local exchange typically have the same area code. A user who want to call a number outside the local exchange has to add an area code. ഇപ്പോൾ ആ ഒരു ലോക്കൽ എക്സ്ചേഞ്ചിൻ്റെ ഔട്ട്സൈഡ് വിളിക്കണമെങ്കിൽ അവരൊരു ഏരിയ കോഡ് കൊടുക്കണം. നമ്മളിപ്പം ഇൻ്റർനാഷണൽ കോളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ കൺട്രി കോഡ് കൊടുക്കില്ല. ഇന്ത്യൻ്റെത് 91 ഉള്ളതുപോലെ ഒരു കൺട്രി കോഡ് ഉണ്ടാവില്ല. അതേപോലെ ടു മേക്ക് ആൻ ഇൻ്റർനാഷണൽ കോൾ യൂസർ ഹാസ് ടു ഡയൽ ദി കൺട്രി കോഡ്. Voice over IP, also known as IP telephony, broadband telephony or internet telephony, means voice communication is transmitted over the internet. Voice communication, ഇൻ്റർനെറ്റിലൂടെ വോയിസ് കമ്മ്യൂണിക്കേഷൻ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിനെയാണ് വോയിസ് ഓവർ IP എന്ന് പറയുന്നത്. അതിൻ്റെ വേറെ കുറേ പേരാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. IP ടെലിഫോണി അല്ലെ ബ്രോഡ്ബാൻഡ് ടെലിഫോണി ഓർ ഇൻ്റർനെറ്റ് ടെലിഫോണി എന്നൊക്കെ പറയാം. ഈസ് ട്രാൻസ്മിറ്റഡ് ഓവർ ദ ഇൻ്റർനെറ്റ് ഓർ പ്രൈവറ്റ് വൈഡ് wire network services. VoIP eliminates the need for circuit switched network for phone calls. ഈ VoIP വോയിസ് ഓവർ നെറ്റ്വർക്ക് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് വോയിസ് ഓവർ IP ഉള്ളത് കൊണ്ട് നമുക്ക് എന്താണ് സർക്യൂട്ട് സ്വിച്ച്ഡ് നെറ്റ്വർക്കിനെ നമുക്ക് അത് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ഈ VoIP യൂസ് ചെയ്താൽ മതി. VoIP യൂസസ് കോഡെക് ടു ടേൺ ഓഡിയോ ഇൻ ടു, അതൊന്നും വേണ്ട. പിന്നെ VoIP has advantages over PSTN, including lower network infrastructure cost, scalability and advanced features such as unified communication and app integration. അതൊന്നും വേണ്ട. വോയിസ് ഓവർ IP എന്ന് പറയുന്നത് PSTN-നെക്കാളും കുറച്ചുകൂടെ ബെറ്റർ ആണ്. നമുക്കിതിൻ്റെ അഡ്വാൻറ്റേജസ് നോക്കാം ടെലിഫോൺ നെറ്റ്വർക്ക്സിൻ്റെ. ഇറ്റ് ഈസ് സർക്യൂട്ട് സ്വിച്ചിങ് നെറ്റ്വർക്ക്, ദെർഫോർ എനി റിസീവർ ക്യാൻ ബി സെലക്റ്റഡ് ആൻഡ് ദർ ഈസ് വെർച്വലി നോ ട്രാൻസ്മിഷൻ ഡിലേ. ഇവിടെ ട്രാൻസ്മിഷൻ ഡിലേ ഒന്നും അങ്ങനെ ഉണ്ടാവില്ല. എന്താ പറയണ്ട, സർക്യൂട്ട് സ്വിച്ച്ഡ് നെറ്റ്വർക്കാണ് ഇത് യൂസ് ചെയ്യുന്നത്. എനി റിസീവർ ക്യാൻ സെലക്റ്റഡ്, എൻ്റെ ഏത് റിസീവർ വേണമെങ്കിലും സെലക്ട് ചെയ്യാൻ പറ്റും. ആൻഡ് ദർ ഈസ് വെർച്വലി നോ ട്രാൻസ്മിഷൻ ഡിലേ. ആൻഡ് നെക്സ്റ്റ് അഡ്വാൻറ്റേജ് ആണ് ആസ് ഇറ്റ് ഈസ് വൈഡ്ലി സ്പ്രെഡ് ദെർഫോർ ഇറ്റ് ഈസ് അവൈലബിൾ അറ്റ് ലോ പ്രൈസിൽ നമുക്കിത് അവൈലബിൾ ആണ്. അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് നോക്കാം. ഇറ്റ് റിക്വയർസ് എ ലോങ് ടൈം ഫോർ കണക്ഷന് കുറച്ച് ടൈം എടുക്കും. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ എ ഡയലപ്പ് ഓപ്പറേഷൻ ഈസ് നെസറി ബിഫോർ ദ ലൈൻ ക്യാൻ ബി കണക്റ്റഡ് ടു ദി റിസീവർ. ദിസ് ഡയലപ്പ് ടൈം ഈസ് ടു ലോങ് ടു യൂസ് ഇൻ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. ഒരു ഡയലപ്പ് കണക്ഷൻ ഇവിടെ ആവശ്യമുള്ളത് കൊണ്ട് തന്നെ ഡയലപ്പ് കണക്റ്റഡ് ആയാൽ മാത്രമേ നമുക്ക് ഫോൺ കോൾ ആവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡയലപ്പിൽ കുറച്ച് ടൈം എടുക്കുന്നത് കൊണ്ട് ഈ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് കുറച്ച് ടൈം കൂടുതലാണ്. പിന്നെ നെക്സ്റ്റ് ഡിസഡ്വാൻറ്റേജ് പറയുന്നത് ഇറ്റ് ഹാസ് ലോ ട്രാൻസ്മിഷൻ സ്പീഡ് കുറവാണ്. അത് ഇവിടെ കൊടുത്തിട്ടില്ല, അതും കൂടെ നിങ്ങൾ എഴുതണേ. ഇറ്റ് ഹാസ് ലോ ട്രാൻസ്മിഷൻ സ്പീഡ്. പിന്നെ
The line quality is not sufficient for data transmission. The line quality is not sufficient for data transmission and is therefore not appropriate for high-speed data transmission because telephone lines were originally developed for ഓഡിയോ കമ്മ്യൂണിക്കേഷൻ. ടെലിഫോൺ ലൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഡിയോ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് ഹൈ സ്പീഡ് ഡാറ്റ ട്രാൻസ്മിഷന് വേണ്ടിയിട്ട് എന്താണ് അപ്രോപ്രിയേറ്റ് അല്ല. അതാണ് ഒരു ഡിസഡ്വാൻറ്റേജ്. അപ്പോൾ 3 ഡിസഡ്വാൻറ്റേജസ് ആണുള്ളത്. ഓക്കെ, അതിൻ്റെ നോട്ട് ഞാൻ തരാം. ആ രണ്ടെണ്ണത്തിൻ്റെയും നമ്മളിവിടെ ഒരു ഡിസഡ്വാൻറ്റേജ് മാത്രമേ നമ്മളിവിടെ കൊടുത്തിട്ടുള്ളൂ. ബാക്കിയുള്ളത് ഞാൻ ഇതിൽ അറ്റാച്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ടെലിഫോൺ മൾട്ടിപ്ലക്സിങ് ആപ്ലിക്കേഷൻസിൻ്റെ ടെലിഫോൺ നെറ്റ്വർക്ക് സിസ്റ്റത്തിൽ പറയാനുള്ളത്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം.